Good morning, all. Good morning. Morning, teacher. Good morning. Morning, teacher. Good morning, all. And how are you? Hello. Good. And where we stopped? Remind Oh, me. Where we stopped, we started before speech, right? Before speech is recording. without by a for. Okay, by നമ്മൾ റിപ്പോർട്ടർ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്തോ? റിപ്പോർട്ടർ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്തോ ഇല്ലയോ? കാരണം കഴിഞ്ഞ തവണ നമുക്ക് ഇതിട്ടില്ലായിരുന്നു ടീച്ചർ. എന്താ മറ്റേ പറയട്ടോ മെസ്സേജ്. ഓക്കെ, നമ്മള് കുറെ പ്രിപ്പോസിഷൻസ് എല്ലാം ഡിസ്കസ് ചെയ്തു അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിപ്പോർട്ടർ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്തു. ടീച്ചറെ കഴിഞ്ഞ തവണ ഇതില്ലായിരുന്നു. എന്താ മറ്റേ പേപ്പർ അതിനെന്താ പറയുന്നത്? PDF ഇട്ടില്ലായിരുന്നു. ഓക്കെ ഓക്കെ, പറയാട്ടോ, ഇൻഫോം ചെയ്യാം. 4 വരെ ടീച്ചർ പറഞ്ഞത് FOR. ഓ ശരി ശരി. നമുക്ക് ഇന്ന് റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെ, റിപ്പോർട്ടഡ് സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യാം. എന്താ ഒരു റിപ്പോർട്ടഡ് സ്പീച്ച്? നമ്മള് ഡെയിലി കോൺവെർസേഷൻ ചെയ്യുന്നത് വേറൊരാളോട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് വരുത്തുന്നത് എന്നാണ് പറയുന്നത് അല്ലെ. അവൻ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മള് റിപ്പോർട്ട് ചെയ്യും അല്ലെ. ഒരാൾ പറഞ്ഞ കാര്യം നമ്മൾ വേറൊരാളോട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുന്നു എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് ഒക്കെ പറയുമ്പോൾ ജസ്റ്റ് നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. വാട്ട് ആർ ദ റൂൾസ് അല്ലെ? റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമ്മൾ ഏതൊക്കെ റൂൾസ് ആണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതായത് നമ്മുടെ കോൺവെർസേഷൻ വേറൊരാളോട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയില്ലേ അവൻ എന്നോട് അങ്ങനെ പറയുമ്പോൾ നമ്മൾ കുറച്ച് വ്യത്യാസങ്ങൾ ആ സ്പീച്ചിൽ വരുന്നുണ്ട്. കുറച്ച് വ്യത്യാസങ്ങൾ ചിലപ്പോൾ വേർഡ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ടെൻസസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞ കാര്യം വേറൊരാളോട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഏത് ടെൻസിലോട്ട് മാറുന്നു? പാസ്റ്റ് ടെൻസിലേക്ക് ചേഞ്ച് ചെയ്തു. അതായത് പ്രസന്റ് ടെൻസിൽ നടക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നടന്നു കഴിഞ്ഞ കാര്യമാണ്. അത് ബാക്ക് ഷിഫ്റ്റ് ഓഫ് ടെൻസ് എന്ന് പറയും. ബാക്ക് ഷിഫ്റ്റ് ഓഫ് ടെൻസ് പ്രസന്റ് ടെൻസ് നടക്കുന്നത് നേരെ പാസ്റ്റ് ടെൻസിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഏതൊക്കെ റൂൾസ് ആണ് റിപ്പോർട്ടഡ് സ്പീച്ചില് നോക്കേണ്ടത് നമുക്ക് നോക്കാം. ജസ്റ്റ് എ സെക്കൻഡ്, ഷെയർ ചെയ്ത സ്ക്രീൻ. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്, എത്ര തരം സെന്റൻസ് ഉണ്ട്? ഹൗ മെനി സെന്റൻസ് ആർ ദർ? എത്ര തരം സെന്റൻസ് ഉണ്ട്? നമ്മള് അല്ലെ പറഞ്ഞിരുന്നു അല്ലെ, പഠിച്ചതാണ്. എത്ര തരം സെന്റൻസ് ഉണ്ട്? ഹൗ മെനി the types of sentence there are? 3 മൂന്നാണോ? അല്ലെങ്കിൽ 4. 3 അല്ലെങ്കിൽ 4 കേട്ടോ. 4ആണോ? ആണോ? 5ആണോ? How many sentences are there? What are the types? 6. Christina, can you say what are they? What are they? Excuse me. We discussed it before. നമ്മളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്.
How many types are there? First one is a statement type. What is the name of that type of sentence? It is a statement. It is a statement. What does this mean? Tell me. Assertive or Very good, Radisha. Very good. Assertive or declarative sentence. And second type? Second type? First one is assertive. Imperative. What is imperative sentence? What is imperative sentence? question. Imperative. Imperative, request of command. Very good. Request. Command. Okay, very good, very good. Then next one is Interactive sentence. Question. yes, interrogative question. And a question type. Yes or no questions are established like questions. Then next one is Exclamatory sentence. exclamatory. And like express strong emotions, feelings. Every time. Yes, good. അതായത് 4 തരം സെന്റൻസ് ഉണ്ടല്ലേ 4 types 4 types of sentence are there. First one is assertive or declarative, that is a statement. നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം സ്റ്റേറ്റ്മെന്റിൽ വരുന്നതാണ്. The next one is imperative sentence, that is request or command, order, whatever it is, it comes under what? Imperative sentence. അല്ലെ imperative sentence ആണ്. റിക്വസ്റ്റ് ആകാം, അപേക്ഷകൾ, അല്ലെ കമാൻഡ് ആകാം, ഓർഡർ ആകാം, അഡ്വൈസ് ആകാം, ഇതെല്ലാം എന്തിൽ വരുന്നു? Imperative sentence ലാണ്. Then next one is interrogative, that is a question. ഒരു question ആണ് interrogative sentence. Then next one is exclamatory, which express what? Strong emotions, feelings, whatever it is. Okay, fine. അതായത് 4 തരം സെന്റൻസ് ആണ്. ക്ലിയർ അല്ലേ? ഈ സെന്റൻസുകൾ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് വരും എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളിപ്പോ പറഞ്ഞു റിപ്പോർട്ട് സ്പീച്ച് മീൻസ് വാട്ട്? Is reporting to another person. Like how to report a conversation. നമ്മൾ എങ്ങനെയാണ് ഒരു കോൺവെർസേഷൻ നമ്മൾ ഡെയിലി ഉള്ള ഒരു കോൺവെർസേഷൻ വേറെ ഒരാളോട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം ചേഞ്ചസ് വരുന്നതാണ് നമ്മൾ നോക്കുന്നത്. എന്തെല്ലാം ചേഞ്ചസ് ഫ്രേസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ടെൻസസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, അല്ല ടെൻസസ് ബാക്ക് ഷിഫ്റ്റ് ഓഫ് ടെൻസസ് എന്ന് പറയും. നേരെ പ്രസന്റ് ടെൻസ് നേരെ പാസ്റ്റ് ടെൻസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം വ്യത്യാസം വരുന്നതാണ് നമ്മൾ നോക്കുന്നത്. Rules. Okay, changing statement sentence into indirect speech. മനസ്സിലായോ? First one, we have to add a reporting verb. What is reporting verb? ഒരു റിപ്പോർട്ട് ചെയ്യാൻ ഒരു വെർബ് നമ്മൾ പറയും. He said, അല്ല അവൻ പറഞ്ഞു, he told me that. അവൻ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ റിപ്പോർട്ടിംഗ് വെർബ് ചേർത്തിട്ട് വേണം പറയാൻ. What is reporting verb? What is reporting verb? പറഞ്ഞൊരു കാര്യം. പറഞ്ഞു, told me, അല്ലെ told പറഞ്ഞു എന്നുള്ളൊരു മീനിങ്. ആസ്ക് ചോദിച്ചു, അല്ലെ ആസ്ക്, റിക്വസ്റ്റഡ്. അതെല്ലാം റിപ്പോർട്ടിംഗ് വെർബാണ്. ഇവിടെ ഏതാണ്? നൈഷ സേസ് ഐ ലവ് ചോക്ലേറ്റ്. നൈഷ പറയുന്നു എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്. ഡയറക്റ്റ് സ്പീച്ച് ആണ് ഇത്. അവർ പറയുന്ന കാര്യമാണ്. വിതിൻ കോഴ്സ് ഇറ്റ് ഈസ് മെൻഷൻ. അല്ലെ കോഴ്സിലാണ് തന്നിരിക്കുന്നത്. ഇത് ഏത് സ്പീച്ച് ആണ്? ഡയറക്റ്റ് സ്പീച്ച് ആണ്. ഹൗ ടു വി ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് എങ്ങനെയാണ് നമ്മൾ ഇത് ചേഞ്ച് ചെയ്യുന്നത്? റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ വേറൊരു പേരാണ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റ് സ്പീച്ച്, ഡയറക്റ്റ് സ്പീച്ച് എങ്ങനെ? ഇൻഡയറക്റ്റ് സ്പീച്ച് വേറൊരാളോട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ പറയും? അവള് പറഞ്ഞു, നൈഷ സെഡ്, അല്ലെ നൈഷ സെഡ് ദാറ്റ്. വാട്ട് ഇസ് ദാറ്റ്? കണക്റ്റീവ് വേർഡ്, കൺജങ്ഷൻ ആണ് അല്ലെ, കണക്ട് ചെയ്യുന്നു അല്ലെ. ഒരു കണക്റ്റീവ് വേർഡ് ആണ് ഇവിടെ ദാറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. നൈഷ സെഡ് ദാറ്റ് അല്ലെ വേറൊരാളോട് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഐ ലവ് ചോക്ലേറ്റ്. അതെങ്ങനെ വന്നു? ഐ ലവ് ചോക്ലേറ്റ് അതെങ്ങനെ വന്നു? ഷീ ലവ്ഡ് ചോക്ലേറ്റ് എന്നായി അല്ലെ. ഷീ ലവ്ഡ് ചോക്ലേറ്റ്. എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുന്നു? ഐഡന്റിഫൈ ദീസ് ചേഞ്ചസ്. I, she, I marry, Yes. lover, past tense. Yes, love past tense like നമ്മൾ ചേഞ്ച് ചെയ്തു അല്ലെ. Yes, good. Naisha says I love chocolate. Pronouns ചേഞ്ച് ആയി. അവള് പറയുവാണ് എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്. ഞാൻ വേറൊരാളോട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവള് പറഞ്ഞു അവൾക്ക്
ചോക്ലേറ്റ് ഇഷ്ടമാണ് പാസ്റ്റ് ടെൻസിലേക്ക് ചേഞ്ച് ചെയ്തു. ഇത് ഏത് ടെൻസ് ആണ് ടോം പറഞ്ഞേ? ഐ ലവ് ചോക്ലേറ്റ്. ഇത് ഏത് ടെൻസ് ആണ്? വിച്ച് ടെൻസ് ഫോം ഈസ് ദിസ്? ഏതാ ടീച്ചറെ, മണ്ടയിലത്തെയാണോ താഴത്തെയാണോ? നൈഷ സേസ് ഐ ലവ് ചോക്ലേറ്റ്. ഇത് ഏത് ടെൻസ് ഫോം ആണ്? അത് പ്രസന്റ് അല്ലേ? പ്രസന്റിലെ ഏതാണ്? പ്രസന്റിലെ സിമ്പിൾ ആണോ? സിമ്പിൾ ആണോ? കണ്ടിന്യൂസ് ആണോ? സിമ്പിള്. സിമ്പിൾ. വെരി ഗുഡ്. ഐ ലവ് ചോക്ലേറ്റ്. അത് ഏത് ടെൻസിലോട്ട് ചേഞ്ച് ചെയ്തു? ഏത് ടെൻസ്? ഷീ ലവ് ചോക്ലേറ്റ് എന്നുള്ളത് ഏത് ടെൻസ് ആണത്? സിമ്പിൾ പാസ്റ്റിലേക്ക് ചേഞ്ച് ചെയ്തല്ലോ. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഏതിലോട്ടാണ്? ബാക്ക് ഷിഫ്റ്റ് ഓഫ് ടെൻസസ് ആണ് മിസ് ഇപ്പൊ പറയുന്നത് കേട്ടോ. ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ. അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസ് നേരെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് ചേഞ്ച് ചെയ്തു അല്ലെ? എന്തെല്ലാം വ്യത്യാസങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ? ഒരു റിപ്പോർട്ടിംഗ് വെർബ് വേണം. അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. സെറ്റ്, ടോൾഡ്, ആസ്ക്, റിക്വസ്റ്റഡ്, അങ്ങനെ റിപ്പോർട്ടിംഗ് വെർബ്സ് കുറെ ഉണ്ട്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. നൈഷ സെഡ് ദാറ്റ്. ഒരു കൺജങ്ഷൻ വന്നു ഇവിടെ, ദാറ്റ് അല്ലെ? പിന്നെ നമ്മള് ഓൾസോ ഒന്നും ഇല്ലാണ്ട് നേരെ അല്ലെ? ഇവിടെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ വന്നു, അതിന്റെ ആവശ്യമില്ല. ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആകുമ്പോൾ ഷീ ലൗഡ്. പ്രൊനൗൺ ചേഞ്ച് ചെയ്തു. ഐ മാറി ഷീ ആയി. ആരാ പറഞ്ഞത് അവിടെ? അവളാണ് പറഞ്ഞത് അല്ലെ? ഷീ ആണ്, നൈഷയാണ് പറഞ്ഞത്. ഷീ ആയി ചേഞ്ച് അല്ലെ? ഐ ബിക്കം ഷീ അല്ലെ? ഐ ചേഞ്ച് ചെയ്തു ഷീ ആയി. ലവ് ലൗഡ്. സോ സിമ്പിൾ പ്രസന്റ് ടെൻസ് ചേഞ്ചസ് ടു സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, മനസ്സിലായോ? Then next one is assume. മനസ്സിലായത്? ക്ലിയർ ആണോ? ക്ലിയർ? Excuse me. ക്ലിയർ ആണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ റിപ്പോർട്ടിംഗ് വെർബ് ചേർത്ത് പറഞ്ഞു. സെഡ്, ടോൾഡ്, ആസ്ക്ഡ്, റിക്വസ്റ്റഡ്, ഇതെല്ലാം ഓർഡേഡ് അല്ല? ഇതെല്ലാം എന്താണ്? റിപ്പോർട്ടിംഗ് വെർബാണ് കേട്ടോ. റിപ്പോർട്ടിംഗ് വെർബാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടിംഗ് വെർബ് സെഡ്. ഓക്കെ, നൈഷ സെഡ്. സെഡ് ഇതാണ് ഇവിടുത്തെ റിപ്പോർട്ടിംഗ് വെർബ്. Then next one is assume a gender if not mentioned already. അതായത് ഇത് അവൾ പറഞ്ഞതാണ് അല്ലെ? നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആര് പറഞ്ഞു നമ്മുടെ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ആരോടാണ്? ഏതെങ്കിലും അതല്ലേ? ആരോടാണ് പറഞ്ഞു എന്ന് നമ്മൾ അവൾ പറഞ്ഞു അല്ലെ? ഐ ലൈക്ക് ടു സ്വിം ഇൻ ദ ഓഷൻ. അവൾ പറയുന്നു അല്ലെ? അവൾ പറഞ്ഞതാണ് അല്ലെ? ഐ ലൈക്ക് ടു സ്വിം ഇൻ ദ ഓഷൻ. അതെങ്ങനെ ചേഞ്ച് ചെയ്തു? അവൾ പറഞ്ഞതാണ്, എങ്ങനെ ചേഞ്ച് ചെയ്യാം? She liked to swim. Yes, she said that she liked to swim in the ocean. She liked to swim in the ocean. അവൾക്ക് ഓഷനില് സ്വിം ചെയ്യാൻ ഇഷ്ടമാണെന്ന് അവൾ പറഞ്ഞു. Then next നോക്കിക്കേ, യൂസിങ് ദാറ്റ് ഈസ് ഓപ്ഷണൽ. നമ്മൾ പറഞ്ഞു കൺജങ്ഷൻ കണക്റ്റിംഗ് വേർഡ് ഉപയോഗിക്കണം. ദാറ്റ് ആണ് ഉപയോഗിച്ചത് അല്ലെ ഇവിടെ? ദാറ്റ് അത് ഓപ്ഷണൽ ആണ്, നമുക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. റൂൾസ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? നമ്മൾ റിപ്പോർട്ടിംഗ് സ്പീച്ചില്, റിപ്പോർട്ടഡ് സ്പീച്ചില് നമ്മൾ ഏതൊക്കെ റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഷീ സെഡ് ദാറ്റ് എന്ന് നമ്മള് മുൻപിൽ ചേർക്കണമെന്നുണ്ടോ? അതെ അതെ, ആര് പറഞ്ഞു എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അത് ചെയ്താൽ അത് നേരത്തെയും ചേർക്കണം താഴെയും ചേർക്കണമായിരുന്നു അല്ലയോ? ഇവിടെ ജസ്റ്റ് ആ കോഴ്സ്, അതായത് ഒരു സെന്റൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷെ ആര് പറഞ്ഞു എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ചേർത്തിരിക്കണം. മനസ്സിലായോ? ആര് അവള് പറഞ്ഞു, അല്ലെങ്കിൽ അവൻ പറഞ്ഞു, അവർ പറഞ്ഞു, മൈ മദർ സെഡ് അല്ലെ? ആര് പറഞ്ഞു എന്ന് കറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് സ്പീച്ചില് ചേർത്തിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് ഓപ്ഷണൽ അല്ലെ? ദാറ്റ് ഓപ്ഷണൽ ആണ്. നമുക്ക് ഇങ്ങനെയും പറയാം. റിയ ഐ ലൈക്ക് ടീ. റിയ പറയുന്നു ഐ ലൈക്ക് ടീ അല്ലെ? അതെങ്ങനെ ചേഞ്ച് ചെയ്തു? റിയ സെഡ് ദാറ്റ് എന്ന് പറഞ്ഞു നോക്കിക്കേ. റിയ സെഡ് ഐ ലൈക്ക് ടീ. ഹൗ വി ചേഞ്ച്? എങ്ങനെ മാറും? Ria says. Ria said that she liked tea അല്ലെ? അവൾക്ക് ഇഷ്ടമാണ്. അവളാണ് പറയുന്നത് എനിക്ക് ചായ ഇഷ്ടമാണ്. Ria said that. അവൾ എന്നോട് പറഞ്ഞ കാര്യം. Ria said that she liked tea അല്ലെ? അവൾക്ക് ചായ ഇഷ്ടമാണ്. She liked tea. Liked simple past tense ലേക്ക് ചേഞ്ച് ചെയ്യുന്നു കേട്ടോ. ശരി, വെരി ഗുഡ്.
Then അതായത് that ഓപ്ഷണൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. Riya said that she liked tea. Riya said she liked tea. രണ്ടും ശരിയാണ്. That ഇവിടെ ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ചേർക്കാം, രണ്ടും ശരിയാണ്. The next one is Miss പറഞ്ഞ back shift of tenses. Change the tense form. First identify the tense. അല്ലേ? ടെൻസ് നോക്കിയിട്ട് വേണം അടുത്ത ഏത് ടെൻസിലേക്ക് ചേഞ്ച് ചെയ്യണം. അല്ലെ? ഇതൊരു റൂൾസ് ആണ്, ജസ്റ്റ് പറയുന്നുള്ളൂ. അനിൽ പറയുന്നു I am hungry. അനിൽ പറയുവാണ് I am hungry. How it changes? How it changed? Anil said I am hungry. I am sad. I am hungry. എനിക്ക് വിശക്കുന്നു എന്ന് അവൻ പറയുന്നു അല്ലെ? Anil said I am hungry. How we report? Anil said that She ആണോ അനിൽ? Anil said that Anil said that he was Anil said that he was was hungry. hungry. Yes. Yes. Anil said that he was hungry. Anil said that he was hungry. ഇനി നമുക്ക് സെഡ് ഉപയോഗിക്കുമ്പോഴുള്ള കാര്യം അല്ലെ? റിപ്പോർട്ടിംഗ് വർക്ക് സെഡ് പറഞ്ഞു. ടോൾഡ് പറയുമ്പോൾ what is the difference? അല്ലെ? ടോൾഡ് പറഞ്ഞു അല്ലെ? അനിൽ ടോൾഡ് മീ അല്ലെ? എന്നോട് പറഞ്ഞു, ആരോട് പറഞ്ഞു? ടോൾഡ് ഉപയോഗിക്കുമ്പോൾ, ടോൾഡ് റിപ്പോർട്ടിംഗ് വർക്ക് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആരോടാണ് പറഞ്ഞത് നമ്മൾ കറക്റ്റ് മെൻഷൻ ചെയ്യണം. മനസ്സിലായോ? ടോൾഡ് എപ്പോഴും ഉപയോഗിക്കുമ്പോൾ he told me that അല്ലെ? എന്നോട് അവൻ പറഞ്ഞു. എപ്പോഴും നമ്മൾ he told me that അല്ലെ? he said എന്ന് പറയുമ്പോൾ I says. അവിടെ ആരോടാണ് പറയുന്നതെന്ന് മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. I said അല്ലെ? I said അല്ലെ? he said that. അതായത് അവിടെ ആരോടാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ടോൾഡ് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് he told me. Anil told me. അവൻ എന്നോട് പറഞ്ഞു he was hungry. അതെ കേട്ടോ? ടോൾഡ് പറയുമ്പോൾ എപ്പോഴും ആരോടാണ് പറഞ്ഞതെന്ന് ഒന്ന് മെൻഷൻ ചെയ്യും. സെഡ് പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ല. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ? He told me. Tell me എന്ന് പറഞ്ഞാലോ? പറഞ്ഞാലും എന്നോട് പറഞ്ഞു. അത് എന്തായാലും നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടോൾഡ് അല്ലേ വരുള്ളൂ അല്ലെ? വരൂല. പ്രസന്റ് ടെൻസില് നമ്മൾ പാസ്റ്റ് ടെൻസിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും? ടോൾഡ് മീ ദാറ്റ്. ഹി ടോൾഡ് മീ അല്ലെ? അവൻ എന്നോട് പറഞ്ഞു. ടോൾഡ് മീ ദാറ്റ് അവൾ പറയും അല്ലെ? ഹി ടെൽസ് മീ. അവൻ എന്നോട് പറയുന്നു. പാസ്റ്റിലോട്ട് മാറിയല്ലോ. ഓക്കെ ഓക്കെ. Then next one is pronouns ചേഞ്ച് ചെയ്ത കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, പ്രൊനൗൺസ് ചേഞ്ച് ചെയ്തു. നമ്മൾ നേരത്തെ കണ്ടതാണ്. പ്രൊനൗൺസ് ചേഞ്ച് ചെയ്യും. ഐ, ഷീ, ഹി ആയിട്ട് മാറും. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇവിടെ നോക്കിക്കേ. മൈ മദർ ഈസ് ഹിയർ. റൂബി സെഡ് മൈ മദർ ഈസ് ഹിയർ. എങ്ങനെ വരും ഇത്? റൂബി സെഡ് മൈ മദർ ഈസ് ഹിയർ. എങ്ങനെ ചേഞ്ച് ചെയ്യും? Ruby said, my mother is here. How we change? Her mother. Ruby said that her mother was there. Here. Yes. Here changes to what? Here changes to her. You said before, right? Okay. Then my mother becomes her mother. അല്ലെ? അവള് പറഞ്ഞു അല്ലെ? റൂബി പറഞ്ഞു എന്ത്? അവളുടെ അമ്മ ഇവിടെ ഉണ്ടെന്ന്. റൂബി എന്നോട് പറയുന്നു മൈ മദർ ഇസ് ഹിയർ. എന്റെ അമ്മ ഇവിടെ ഉണ്ട്. ഞാൻ അത് വേറൊരാളോട് റിപ്പോർട്ട് ചെയ്യുന്നത് her mother was അവിടെ ഹിയർ ചേഞ്ചസ് ടു ദ അല്ലെ? എന്തൊക്കെ ചേഞ്ചസ് വരുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെ വേർഡ്സ് ആണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. her mother was മനസ്സിലായോ? റൂബി said me. Sorry, Ruby said that her mother was there. Yeah. Ruby told me that. Yes. Ruby told me that her mother was there. Here. Here alla here mari there ആയിട്ട് മാറുന്നു. Here അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? വേറെ ഒരാളോട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ here എന്താവും? ഇവിടെ എന്നുള്ളത് അവിടെയാകും. മനസ്സിലായോ? ഇവിടെ എന്നുള്ളത് അവിടെ ഉണ്ടെന്ന് അവൾ പറഞ്ഞു. അവളുടെ അമ്മ അവിടെ ഉണ്ടെന്ന് അവൾ പറഞ്ഞു എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണോ?
said that her mother was there. ഏതൊക്കെ വേർഡ്സിനാണ് ചേഞ്ച് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. മിസ് പറയുന്ന വേർഡ്സ് നൗ, NOW, നൗ എന്തായിട്ട് മാറും? എനിസേ നൗ എന്തായിട്ട് മാറും? നൗ become that time, then. Okay, then അല്ലെ? നൗ changes to then ആയിട്ട് മാറുന്നു. ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. Now changes to then. Then today become what? Today become yesterday, today. ഇന്ന്. That day. yesterday, Today that day. Today becomes that day. ആ ദിവസം എന്ന് വരും. ഇന്ന് ഈ ദിവസം ആ ദിവസം. ഇന്ന് ആ ദിവസം എന്ന് വരും കേട്ടോ. Today that day. Recorded speech ലേക്ക് വരുമ്പോ എന്തൊക്കെ ചേഞ്ചസ് വരും എന്നാണ് നോക്കുന്നത്. Here becomes, നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു. Here becomes There. there. Yes, there. Here becomes there. Here becomes there. This, that, that. Very good, very good. This becomes that. This becomes that. These, THESC. ഒന്ന് എഴുതി വെക്കണേ. THESC. These. Those, yes, good. Those, THOSC. അല്ലേ? These, those. THOSC ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു കേട്ടോ. Those are. These, those. Then tomorrow. Tomorrow changes to next day, very good. The next day or the following day, the day after. Okay. ഈ മൂന്നിൽ ഏത് വേണമെങ്കിലും പറയാം കേട്ടോ. Tomorrow becomes the following day, the next day or the day after. ഈ മൂന്നെണ്ണത്തിന് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. Tomorrow, the next day, the following day, the day after. ശരിയോ? Clear ആണോ? yes ma'am, Okay, then next week becomes, next week becomes the following week. The following week. Next week, direct speech next week എന്നുള്ളത് indirect speech വരുമ്പോൾ the following week എന്ന് ചേഞ്ച് ചെയ്യുന്നു. Next week becomes the following week. The following week, WEEK. Yesterday. Yesterday. previous day, the day after, previous day, The previous day. The day. Yesterday. day. Yesterday. Day The day. Yes, good. The day before. Very good. The previous day or the day before. You can use that. Yesterday becomes the previous day or the day before. Last week becomes last week. Last week becomes the previous week. The previous week. Last week, the previous week. The previous week. Ago. 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 Before. the day, the day, Ago. മുൻപ്. അത് ചേഞ്ച് ചെയ്യുന്നു. Ago ചേഞ്ച് ചെയ്ത് before എന്നാകുന്നു. Before. BEFORE. Ago. Tonight. this night, That night. That night. Tonight, that night. Okay. Tonight, that night. Direct speech വരുമ്പോ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ വരുന്ന വ്യത്യാസങ്ങളാണ് മിസ് ഇപ്പൊ പറഞ്ഞത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് നമുക്ക് എങ്ങനെ ചേഞ്ച് വരുന്നു, ടെൻസ് ഫോം എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇതുവരെ ക്ലിയർ ആണോ? അല്ല, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തേ. What are the rules of a reporting speech? What are the rules? Just to
revise all these rules. First one, add a reporting verb. Then, assume a gender. Okay. The next one, that is optional. Tense form, back shift of tense. Back shift of tense. Tense form change ചെയ്യുക. Then next one is pronouns. Change ചെയ്യുന്നു. Change of pronouns. Okay, fine. Clear ആണോ? Yes, ma'am. Change pronouns. Okay, change the pronouns. Then next one is പറയാം. Simple present tense. നമ്മൾ നേരത്തെ പറഞ്ഞു simple present tense. Simple past ലേക്കാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു കേട്ടോ. Simple present tense changes to simple past. നമുക്ക് അന്ന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. We try to make it to change into the indirect speech. Reporting reporting speech change ചെയ്യാൻ reported speech change ചെയ്യാൻ നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കാം. അവൻ പറഞ്ഞു I like mangoes. I like mangoes. He said I like mangoes. How we change? How we change into reported speech? അവൻ പറഞ്ഞു I like mangoes. He said I like mangoes. How we change? He told. He said that he liked mangoes. First you write the question and you try to speak. Okay. First you write the question. He said I like chocolate. I like mangoes. Okay. W said the right answer, I think. Ellen, he said that He liked. he Liked liked mangoes. Yes, he liked mangoes. Yes, good. He liked mangoes. I like to swim in the ocean. She said, I like to swim in the ocean. She said, I like to swim in the ocean. He told that. She told me that. She told me. Told പറയുമ്പോഴും ആരോടാണ് പറയുന്നതെന്ന് പറയണം കേട്ടോ. She told me that She liked to swim in water. she liked to swim in the ocean. Yes, good. And she liked to swim in the ocean. Very good. Then he said, I am exhausted. He said, I am exhausted. What is the meaning of exhausted? E-X-H-A-U-S-T-E-D. Exhausted. I'm exhausted. It's like hectic work. Is one more? I'm exhausted. Exhausted. E-X-H-A-U-S-T-E-D. Exhausted. What is the meaning of that? I'm exhausted. I'm really exhausted with my hectic work. What is the meaning of that? Exhausted. Exhausted. I'm exhausted. It's studying. I'm exhausted. നശിപ്പിച്ചു. Exhausted means tired. She needs to. Okay, tired. Get on, tired. I'm exhausted. Here, I'm exhausted. Now, he said, I am exhausted. How we report? How we report? He said that he was exhausted. Exhausted. Okay, he was exhausted. അതായത് നമ്മൾക്ക് he was, I am exhausted. I'm exhausted. So, he was exhausted. He was exhausted. The next one, I want to watch a film. She said, I want to watch a film. She said, I want to watch a film. She said, I want to watch a film.
Just to write this question and the third answer. She told me that She told me that. she wanted to Hmm. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ്? I want to watch a film. He wanted to watch the film. A film, yes, good. She said that she wanted to watch a film. Okay, correct answer. She said that she wanted to watch a film. Simple present tense changes to simple past tense. Simple present tense changes to simple past tense. Report speech change. The next one is simple present continuous tense. What is the subject? What is the format? What is the structure of present continuous tense? Present continuous tense in a structure എന്തായിരുന്നു? ing form വെർബിന്റെ Subject plus ഇന്ന് കറക്റ്റ് ആയിട്ട് എല്ലാം നോക്കി വന്നെന്ന് പറഞ്ഞിരുന്നു അല്ലേ? സ്ട്രക്ചർ ഫോം എല്ലാം പഠിച്ച് കറക്റ്റ് ആയിട്ട് ചോദ്യം പറയണം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ സബ്ജക്റ്റ് ഓക്സിലറി വെർബ് വെർബിന്റെ ing ഫോം. ഈസ് am are plus I plus am plus verb plus ing. Is am are plus verb plus ing. Yes, good. Then okay. റീന പറയുന്നു I am studying. Okay, I am studying. ഇത് ഏത് ടെൻസിലോട്ട് ചേഞ്ച് ചെയ്തു? റീന said that she was studying. ഏത് ടെൻസിലോട്ട് ചേഞ്ച് ചെയ്തു? I am studying എന്നുള്ളത് she was studying ആയി. അത് ഏത് ടെൻസിലോട്ടാണ് ചേഞ്ച് ചെയ്തത്? Past tense. Yes. Past continuous. Yes, good. Past continuous ലേക്ക്, അതായത് past present continuous tense changes to past continuous tense. Present tense എല്ലാം അതായത് നേരെ past tense ലേക്ക് ചേഞ്ച് ചെയ്യുന്നു കേട്ടോ. റിപ്പോർട്ട് ചെയ്യുമ്പോൾ present continuous tense past continuous tense ആയിട്ട് മാറുന്നു കേട്ടോ. റീന said that she was studying. She was studying. Reena said that she was studying. Okay, the next one, Tom പറയുന്നുണ്ട് കേട്ടോ. Tom. I am reading now. How we change? I am reading now. Tom said, I am reading now. Change. Tom said that he was reading. Tom said that. Yes, He was reading. He was reading. Now changes the word. He was This reading. past continuous. He was reading. A book. A book. I am reading now. I am reading now changes to he was reading. He was reading the book. This time. Now changes to what? Now changes to what? That time. Now Then. then. He was reading then. He was reading then. Now മാറി then ആകുന്നു. ഇപ്പോൾ വായിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഞാൻ വായിക്കുന്നു അല്ലേ? അപ്പോൾ ആയിട്ട് മാറുന്നു അല്ലേ? നോക്കിക്കേ. Tom, I am reading now. Tom പറയുന്നതിനേക്കാൾ ഞാൻ ഇപ്പോൾ വായിക്കുകയാണ്. Tom said that he was reading then അല്ലേ? Then. അപ്പോൾ അവൻ വായിക്കുകയായിരുന്നു. He was reading then. Okay. The next one is my parents said. My parents, we are going. My parents said we are going. How we changed? We are going. We are going. My parents said we are going. How we change into report? My parents said that Yes. we were going to. They were going to. Going. They were going. They were going. Yes, good. They അവർ പോവുകയാണെന്ന് അല്ലേ പറഞ്ഞു. They said that. My parents said that they were going.
അവർ പോവുകയാണ്. Yes, good. I think it's clear. Present continuous tense changes to past continuous. Yes. Present continuous tense changes to past continuous tense. അവൻ പറയുവാണ് എന്താ? I am living in Paris. He said I am living in Paris. How we change? He said, write it down. He said, I am living in Paris. I am living in Paris. How we change into record speech? He told. He said, He told. he told me that. Yes, right. He told me that. He says me that. അത് നേരെ തിരിച്ചല്ലേ വേണം വരുന്നത്? സിംഗിൾ പ്രസന്റിലോട്ടല്ലയോ ഇപ്പം പറഞ്ഞത്? I am living in Paris. I am living in Paris. He said, I am living in Paris. How we change? He said me that he was living in Paris. Yes, he said that. He said that. Right. He said that. Said me, no, it said to me. അങ്ങനെ വരാം. He said to me. അല്ലെ, told me. Said to ന് പകരം നമ്മൾ told പറയാം. അല്ലെ, he said that. He said that he was living in Paris. He was living in Paris. Okay? Clear ആണോ? He said that. He told me that. He said to me that. Said to me പറയാം. Told ന് പകരം said to me. അല്ലെ, he said that he was living in Paris. Okay. Clear ആണോ? Then I like ice cream. എങ്ങനെ ചേഞ്ച് ചെയ്യും? I like ice cream. അവൻ പറഞ്ഞു, he said, I like He ice said cream. that. He said to me that he liked. He said that. He like He ice said that. cream. I like ice cream changes to what? He said that. He likes He liked ice cream. He liked ice cream. Very good. He liked ice cream. Clear ആണോ? He liked ice cream. The next one, Lena. My sister is calling. My sister is calling. How we change? My sister is calling. How we change? Lena said, my sister is calling. Lena said me her sister was calling. Yes, good. Her sister was calling. Yes, good. Lena said that her sister was calling. Yes, good. Lena said that her sister was calling. I'm living in Paris. He said that he was living in Paris. There are no. The next one is simple past, simple present tense changes to simple past. Okay. Then present continuous changes to past continuous. Then next, what is the next form? What is the next form? After present continuous tense, excuse me. After present continuous, single present ആണ്. Simple present നമ്മൾ ഡിസ്കസ് ചെയ്തു. The perfect present perfect continuous. Yes, good. Present perfect. The structure is എന്തുവായിരുന്നു? Present perfect. Subject plus has or have plus V3. yes, Vaksha, very good. Has or have plus V3 form. Has or have. Yes, good. And do some exercise. We do some exercise. അതൊന്നുകൂടെ പറയുമോ? Present perfect changes to what? Present perfect in the structure ആണ് ഇപ്പൊ പറഞ്ഞത്. Subject plus has or have plus V3 form. കിട്ടിയോ? Subject plus has or have Okay, plus madam. V3 form. അത് ചേഞ്ച് ചെയ്തത് ഏത് ടെൻസിലോട്ടായിരിക്കും? അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. Past അത് perfect. What is the form? What is the structure? സബ്ജക്റ്റ് പ്ലസ് ഹാഡ്. Yes,
Very good. Had plus Had plus past past participle. Past അല്ലേ? participle. V3 form. Okay, V3 form. Clear ആണോ? Had plus V3 form. Then നമുക്കൊന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി പറയാം. He said we play cricket here. അതെങ്ങനെ ചേഞ്ച് വരും? He said we play cricket here. he said that He said that he plays cricket here. we play. We W-E ആണ് ഇവിടെ വരുന്നത്. He said we play cricket here. They He play. said, yes, good. They play. Play They ആണോ? play, ma'am. They They plays They play. plays we play cricket here changes to what? He said that they plays cricket here. they plays ആണോ? അല്ലയോ? They play cricket. They Played ആണോ? Played. They played cricket. ഇത് ഏത് ടെൻസ് ആണ്? ഒന്ന് നോക്കിക്കേ. We play cricket here. എക്സാമ്പിൾ ഒന്ന് പറയുന്നതാണ്. We play cricket here. ഇത് ഏത് ടെൻസ് ഫോം ആണ്? We play cricket here. They was playing. We play cricket here. ഇത് ഏത് ടെൻസ് ഫോം ആണ്? They were playing cricket here. Jyoti, resistance. We play cricket here. കുറച്ചുകൂടി എക്സാമ്പിൾ തരികയാണ്. എന്താ ജ്യോതി? പ്ലേസ് എന്നല്ലേ പറയണേ? വി ആണ്. വി പ്രൊനൗൺ ആയിട്ടുണ്ട്. വി പ്ലേ ക്രിക്കറ്റ്. വി പ്ലേ ക്രിക്കറ്റ്. അത് ഏത് ടെൻസ് ആണെന്നാണ് വെച്ച് ചോദിക്കുന്നത്. വി പ്ലേ ക്രിക്കറ്റ് ഹിയർ. They said that they were playing cricket here. വി പ്ലേ ക്രിക്കറ്റ് ഹിയർ ഏത് ടെൻസ് ആണ്? Present. They സിമ്പിൾ പ്രസന്റ്. വെരി ഗുഡ്. single present. അത് single present അല്ലേ ടീച്ചറെ? അതെ, സിമ്പിൾ പ്രസന്റ് ഏത് ടെൻസിലോട്ട് ചേഞ്ച് ചെയ്യണം? Past continuousലോട്ട്. സിമ്പിൾ പ്രസന്റ് ഏത് ടെൻസിലേക്ക് ചേഞ്ച് ചെയ്യണം? Past continuous ആണല്ലോ. Past continuous. പാരിഷ Past. സിമ്പിൾ പാസ്റ്റ് അല്ലെ? സിമ്പിൾ പാസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തേ. He said we play cricket here. എങ്ങനെ ചേഞ്ച് ചെയ്യും? He said we play cricket here. എങ്ങനെ ചേഞ്ച് ചെയ്യും? They plays cricket. പറഞ്ഞോ. They played cricket there. They played cricket here എന്താവും? They played There. cricket There. there is good. H-E-R-E കേട്ടോ. He said that they played cricket there. Simple present tense, simple past ലേക്ക് ചേഞ്ച് ചെയ്യുന്നു. He said we play cricket here എന്നുള്ളത് എന്താകുന്നു? He said that they played cricket there. Here there ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. We are playing cricket. He said we are playing cricket. എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു? He said we are playing cricket. First identify the tense. Then you change. We are playing cricket. ആറാണെങ്കിൽ ടീച്ചർ ഒന്നുകൂടെ പറയോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയോ? He said, just to write it down. Okay? Ah. He said we are playing cricket. He said that he was playing. അല്ലേ? He said that He was playing. W എന്താകും? ഞങ്ങളാണ്. We were. They. Where? Yes. They were They were playing.
ക്രിക്കറ്റ്. Yes. Yes. അല്ലേ? അതെ. ആ. ഓ. എഴുതോ. We are playing cricket. എന്തായിട്ട് മാറി? They were playing cricket. Present continuous tense എന്തായിട്ട് മാറും? പാസ്റ്റ് കണ്ടിന്യൂസ്. കണ്ടിന്യൂസ്. Past ആയിട്ട് മാറുന്നു. ക്ലിയർ ആണോ? ഓക്കെ, കറക്റ്റ്. നെക്സ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? നെക്സ്റ്റ് വൺ നമ്മൾ പറഞ്ഞു പാസ്റ്റ് സോറി പെർഫെക്റ്റ് ടെൻസ് ചേഞ്ചസ് ടു പാസ്റ്റ് പെർഫെക്റ്റ്. നോക്കിക്കോ. സുനിത said I have finished my homework. Sunita said I have finished my homework. ഇത് ഏത് ടെൻസ് ഫോം ആണ്? പ്രസന്റ് പെർഫെക്റ്റ് അല്ലെ? I have finished my homework. Sunita said I have finished my homework. Try how we change into report speech. Sunita said that she was worked her homework. She had. ഹാഡ് വരും. Yes, she had അല്ലെ? Past perfect. ഹാഡ്. Yes, good. She had finished my എന്തായിട്ട് മാറി? Her ആവും. അവളുടെ homework അല്ലെ? Her homework. Yes, good. ശരിയാണ്. So it said that she had finished her homework. She had finished. Have finished changes to had finished. ഷീ ആയിരുന്നു അല്ലയോ? She had. I pronoun. I മാറി എന്ത് വന്നു? She വന്നു. അവളല്ലേ പറഞ്ഞത്? സുനിത said. She had finished her homework. ഷീ ആയിരുന്നെങ്കിൽ ഹിസ് വന്നേനെ അല്ലയോ? എന്തുവാ? സുനിത ഷീ ആയിരുന്നെങ്കിൽ ഹിസ് ഒന്ന് വന്നേനല്ലേ ടീച്ചറെ? Yes. ഓക്കെ. Okay, ഹിസ് വന്നാണ് കേട്ടോ. ഇപ്പൊ Sam said I have finished my homework. അപ്പൊ എന്ത് പറയും? Sam ആണ് പറഞ്ഞത് അല്ലെ? Sam said that he had finished his homework. അല്ലേ? Yes, good. Clear ആണ്. Very good. Okay? Clear ആയോ? ഇത് കുറച്ചുകൂടി എക്സാമ്പിൾസ് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാം കേട്ടോ. ടെൻസ് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാൻ. മൈ പാരന്റ്സ് അത് നമ്മൾ പറഞ്ഞതാണല്ലേ? മൈ പാരന്റ്സ് ജസ്റ്റ് എ സെക്കൻഡ്. Just a second, I'll share you the screen. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. She said, I have passed the examination. Passed, P-A-S-S-U-D. Okay, I have passed the examination. She said, I have passed the examination. How we change? I have passed the examination, she said. Say, had been വന്നോ അല്ലയോ?
She said, I have passed the examination. She said, I have passed the examination. How is changing your report speech? How is change? First identify the tense form. What is the tense form? I have passed. PASSED. I have passed the examination. Present Present perfect continuous. Perfect. Okay, present perfect. How we change? I have passed. She said that he had passed the exam. Yes, good. She had passed the examination. She said that she had passed the examination. Yes, good. She had passed the examination. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ചേഞ്ച് ചെയ്തെന്താവുന്നു പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. വാട്ട് ഈസ് ദ ഫോം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ വാട്ട് ഈസ് ദ സ്ട്രക്ചർ? ഹാസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing ആണ് വരുന്നത്. ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ, ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing ഫോം ആണ് ഇതിന് വരുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അത് ചേഞ്ച് ചെയ്ത് ഏതായിട്ട് മാറുന്നു? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. അതായത് ഹാഡ് ബീൻ പ്ലസ് വെർബ് ing. കേട്ടോ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ചേഞ്ച് ചെയ്ത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറുന്നു. അതിന്റെ എക്സാമ്പിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. They said it has been raining since morning. It has been raining. കേട്ടോ, it has Particles been of the verb അല്ലേ ടീച്ചറെ? present perfect continuous tense ആണ് കേട്ടോ. Present has been raining since morning. അല്ലെ, അത് എന്തായിട്ട് മാറുന്നു? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. നോക്കിക്കേ, they said that it had been raining since morning. കേട്ടോ, it had been, അവര് പറഞ്ഞു രാവിലെ തുടങ്ങിയ മഴയാണെന്ന് അല്ലെ. It had been raining since morning. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറുമ്പോ ഈ ചേഞ്ച് ആണ് വരുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ബിക്കം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് ചേഞ്ച് ചെയ്യും. ഓക്കെ, ഒന്നുകൂടി ഇതെല്ലാം റൂൾസും എല്ലാം റിവൈസ് ചെയ്ത് വരാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി എക്സർസൈസ് എല്ലാം ചെയ്യാം. എക്സാമ്പിൾസ് പറഞ്ഞുതരാം. Okay, I think it's time to reach to end of the session. Thank you. Thank you, teacher. Much. Thank you, teacher. Okay. Thank you, ma'am. ആ, ഇപ്പൊ